ഇനി ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് കാണിക്കാം. എലി വന്ന് വലിക്കും. ഇതാണ് സംഭവം. ഈ സൗണ്ടോടുകൂടി ഇതേ എലിയുടെ കറക്റ്റ് കഴുത്തെ തന്നെയായിരിക്കും വന്ന് വീഴുക. ഞാനെടുത്ത കമ്പി ഇത് പ്ലാസ്റ്റിക്കാണ്. അതാണ് ഈ ഹാമർ വന്ന് വീണപ്പോൾ ഭയങ്കര സൗണ്ട് കേട്ടത്. ഞാനും ഞെട്ടിപ്പോയി. ഇമാജിൻ നമ്മുടെ ഈ പ്ലാസ്റ്റിക് വടിയെ എലിയാണെങ്കിൽ എലിയുടെ തല ഇവിടെ ഇരിക്കും ഈ ഫുഡിൽ, പിന്നെ കഴുത്ത് ഇതേ ഈ ജാമറിൻ്റെ ഇവിടെയാകും. അതാണ് നമ്മൾ ആദ്യമേ കണ്ടത് ഇന്ന് ഞാൻ പിടിച്ച എലിയെ. നമ്മുടെ വീട്ടിലെ എലിയെ പിടിക്കാനായിട്ട് പല മാർഗങ്ങളും ഞാൻ നോക്കിയിരുന്നു. പെട്ടികൾ വെക്കും, പിന്നെന്താ പ്രൊഫഷണലായിട്ടുള്ള എലിപ്പിടുത്തക്കാരെ വരെ കൊണ്ടുവന്നു. അവരാണെങ്കിൽ സ്റ്റിക്കി ആയിട്ടുള്ള ഒരു ബോർഡ് പല സ്ഥലത്ത് വെച്ച് എലിയെ പിടിക്കാൻ നോക്കി. ഒരെണ്ണത്തിനെ പോലും കിട്ടിയില്ല. സെയിം ടൈം ഞാൻ ഈ എലിപ്പെട്ടി വെച്ച്, നമ്മുടെ ഇങ്ങനത്തെ പഴയ കാലത്തെ എലിപ്പെട്ടി വെച്ച് ഇതുപോലത്തെ ഒരു 3-4 എണ്ണം ഉണ്ടായിരുന്നു. ഇത് വെച്ചായിരുന്നു ഞാൻ ഇത്രയും നാളും പിടിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇതിനകത്ത് വരുന്ന പ്രശ്നം, ഈ വീഴുന്ന എലിയെ നമ്മളെങ്ങനെ കൊല്ലും? നമുക്ക് ഏത് സാധനം വേണേലും ഇവിടെ ഫുഡായിട്ട് ഹുക്ക് ചെയ്യാം. വേണ്ടത് നിലത്ത് വെച്ചേ ചെയ്യാവുള്ളൂ. കൈ പിടിച്ചുകൊണ്ടൊന്നും ഇത് ചെയ്യാൻ ശ്രമിക്കരുത്. കയ്യിലോട്ട് ഇത് അടിച്ചു വീഴും. സോ ഓൺ ദ സ്പോട്ട് ഒരു കണ്ണടയ്ക്കാനോ കണ്ണ് ചിമ്മാനോ പോലും അവർക്ക് അവസരം കിട്ടാത്ത രീതിയിൽ അവരപ്പം തന്നെ ചത്തുപോവാണ്. സോ ഇതൊരു നല്ല യൂസ്ഫുൾ സാധനമാണ്. അധികം വിലയില്ല. ഇതിൻ്റെ പല സൈസസ് അവൈലബിൾ ഉണ്ട്. വലിയ പന്നിയിലെ പിടിക്കാനായിട്ട് വലുതുമുണ്ട്. ഞാനിവിടെ വാങ്ങിച്ചത് ഒരു ചെറിയ സാധനമാണ്. സോ പറ്റുവാണെങ്കിൽ എലിയുള്ളവർ ഇതൊന്ന് വാങ്ങിച്ചു വെച്ചാൽ നല്ലതായിരിക്കും. ഈ ഒരു റാറ്റ് ട്രാപ്പറിന് ആകെയുള്ളത് 5 പാർട്സാണ്. ഇത്രയും നാൾ ഉപയോഗിച്ചതിൽ എനിക്ക് ഏറ്റവും യൂസർ ഫ്രണ്ട്ലി ആയിട്ടും കൺവീനിയൻ്റ് ആയിട്ടും തോന്നിയൊരു സാധനം ഇത് തന്നെയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം.